വ്യക്തിവിരോധത്തിൻ്റെയും പകവിട്ടലിൻ്റെയും പേരിൽ കുട്ടികളെ കരുവാക്കി വ്യാജ പോക്സോ കേസുകൾ നൽകുന്നവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണം. സമീപകാലത്ത് വ്യാജ പോക്സോ കേസുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 8 വയസ്സുകാരനെ 21കാരി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന പോക്സോ കേസിൽ മൂവാറ്റുപുഴ കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് കോടതിയുടെ ഇടപെടൽ. ആൺകുട്ടിയുടെ അമ്മയുടെ ബന്ധുവിനെതിരെ പീഡന പരാതി നൽകിയതിൻ്റെ വിരോധത്തിൽ യുവതിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. പരാതി വ്യാജമെന്ന് പോലീസ് കണ്ടെത്തിയതോടെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി എ സമീർ കുറ്റാരോപിതയ്ക്കെതിരെയുള്ള നടപടികൾ അവസാനിപ്പിക്കാൻ പോലീസിന് അനുമതി നൽകിയത്. 8 വയസ്സുകാരനെ 2021 ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ യുവതി നിരന്തരമായി പീഡിപ്പിച്ചുവെന്ന് കാണിച്ച് 2022 സെപ്റ്റംബർ 4-നാണ് ഉരുളൻതണ്ണി സ്വദേശിനിയായ അമ്മ പരാതി നൽകിയത്. തുടർന്ന് കുട്ടമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ആൺകുട്ടിയുടെയും അമ്മയുടെയും മൊഴിയിലെ വൈരുദ്ധ്യമാണ് പോലീസിൽ സംശയമുണ്ടാക്കിയത്. പീഡനം നടന്നുവെന്ന് പറയുന്ന വീട്ടിലല്ല പരാതിക്കാർ താമസിച്ചിരുന്നതെന്നും അവിടെ യുവതി എത്തിയിട്ടില്ലെന്നും അന്വേഷണത്തിൽ മനസ്സിലായി. യുവാവിനെതിരെ പീഡന പരാതി നൽകിയതിനു പിന്നാലെയാണ് യുവതിക്കെതിരെ ആൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്ന പരാതി നൽകുന്നത്. ആൺകുട്ടിയുടെ അമ്മയും യുവതി പീഡന പരാതി നൽകിയ യുവാവും തമ്മിൽ ഈ കാലയളവിൽ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് കണ്ടെത്തി. പീഡനക്കേസിൽ യുവാവിനെ കോടതി പിന്നീട് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. ബന്ധുവിനെതിരെ പീഡന പരാതി നൽകിയതിന്റെ വിരോധമാണ് വ്യാജപരാതിക്ക് പിന്നിലെന്ന് വ്യക്തമായതോടെയാണ് കേസ് റദ്ദ് ചെയ്യണമെന്ന ശുപാർശയോടെ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പോക്സോ നിയമം നിലവിൽ വന്ന ശേഷം എറണാകുളം ജില്ലയിൽ ആദ്യമായാണ് കോടതിയിലെത്തിയ കേസ് വ്യാജമെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതും ഇത് അംഗീകരിച്ച് നടപടി അവസാനിപ്പിക്കുന്നതും. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.